സംസ്ഥാനത്ത് 10-ാം തീയതി വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെ ഇടുക്കിയിലും മറ്റന്നാൾ കോട്ടയം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. 10-ാം തീയതി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, വരും ദിവസങ്ങളിൽ ശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. നിരവധി ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വയനാടിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ശക്തമായ മഴ വരും ദിവസങ്ങളിൽ പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ അപകടമുണ്ടായ വയനാട്ടിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമൊക്കെ ഒരു ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം ഇനിയൊരു മഴ വളരെ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയും ഇപ്പോഴും ശാസ്ത്രജ്ഞർ മുന്നിൽ കാണുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിലുള്ള അലർട്ടുകൾ ഇപ്രകാരമാണ്. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അടുത്ത അലർട്ട് വരാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അലർട്ട് ഉടൻ തന്നെ മാറാൻ ഇപ്പോൾ രാവിലെ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിൽ കാര്യമായ മഴ പെയ്യുന്നുണ്ട്. പലയിടങ്ങളിലും ഈ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അലർട്ടിൽ മാറ്റം വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് കൂടുതൽ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ഇടുക്കിയിലും മറ്റന്നാൾ കോട്ടയം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. നാളെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു. മറ്റന്നാളും ഇങ്ങനെ കേരളത്തിലെ ഏതാണ്ട് ഭൂരിപക്ഷം ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ടടുത്ത ദിവസം, അതായത് 10-ാം തീയതി നോക്കുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ, തെക്കൻ കേരളത്തിലെ ജില്ലകളിലാണ് പ്രധാനമായും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നും ഈ രീതിയിലുള്ള മഴ കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇന്ന് പുറത്തിറങ്ങുന്ന പുതിയ അലർട്ടുകളിൽ ഈ ജില്ലകളിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ അലർട്ടുകളിൽ എന്തായാലും മാറ്റങ്ങൾ വരുമുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ച് ചില ജില്ലകളിലെങ്കിലും മഴ കൂടാനും മറ്റു ജില്ലകളിൽ മഴയൊക്കെ കുറയാനുമുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കടൽ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് എന്നുള്ളതാണ് കേരള തീരത്ത് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അങ്ങനെ മഴ ശക്തമാവുകയാണ്. അതിനനുസരിച്ചുള്ള കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ വയനാട് പോലെയുള്ള മേഖലകളിൽ നൽകിയിട്ടുമുണ്ട്.